നമ്മുടെ വർക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഔട്ട് ഗോയിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. ഫേസ് ഇൻകമിങ് കയറി ഔട്ട് ഗോയിങ് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു PFRനെ കുറിച്ചാണ്. PFR ഇത് നമ്മൾ PFR എന്ന് പറഞ്ഞാൽ ഫേസ് ഫെയിലിയർ റിലേ, അല്ലെങ്കിൽ ഇതിന് VMR എന്നൊക്കെ പറയും. വോൾട്ടേജ് മോണിറ്ററിംഗ് റിലേ, അണ്ടർ വോൾട്ടേജ് റിലേ, ഓവർ വോൾട്ടേജ് റിലേ, അങ്ങനെയൊക്കെ പല പേരുകളിൽ ഈ സാധനം അറിയപ്പെടുന്നുണ്ട്. ഇതിലാണ് നമ്മൾ വോൾട്ടേജ് സെറ്റ് ചെയ്യുന്നത്. ഇത് ഇച്ചിരി ഫീച്ചേഴ്സൊക്കെ കൂടിയ റിലേ ആണ്. ഇപ്പോൾ ഇതിനകത്ത് 450 ഓഫ് ഡിലേ, ഓൺ ഡിലേ ഒക്കെ ഉണ്ട്. ഇതിനകത്ത് മെയിനായിട്ട് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഫേസ് മിസ്സായി പോകാന്ന് വെച്ചോ. മിസ്സായി പോകുന്ന സമയത്ത് നമുക്കിത് ഇവിടെയാണ് നമുക്ക് RYB സപ്ലൈ കൊടുക്കുന്നത്. ഇതിന് ന്യൂട്രൽ കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ ഇല്ല. ഇത് 3 ഫേസ് മാത്രമാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 2 റിലേ ആണ് ഇത് യൂസ് ചെയ്യുന്നത്. നമുക്ക് 2 ഓപ്ഷൻ നമുക്ക് ഇത് കൊടുക്കാം. സാധാരണ ഇതിനകത്തൊക്കെ വരുന്ന ഒറ്റ റിലേ ഉള്ളൂ. ഇതിനകത്ത് നിന്നാണ് മെയിൻ കൺട്രോൾ ബ്രേക്കറിൻ്റെ ലൈൻ പോകുന്നത് ഇതിനകത്ത് കൂടെ ആയിരിക്കും. കോമൺ ഇതിൽ വന്നിട്ട് 14 എണ്ണം എടുത്ത് പോകും. ഓൾറെഡി 3 ഫേസ് എല്ലാം കറക്റ്റാണ്. ഇതിൻ്റെ അണ്ടർ വോൾട്ടേജ്, ലോവർ വോൾട്ടേജ് സെറ്റിംഗ് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പം ഇതിനകത്ത് ഇത് കൊടുത്തിരിക്കുന്ന ഈ 30 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് ഏതാ വേണ്ടത് സെലക്ട് ചെയ്യുക. എത്ര വോൾട്ടേജ് ആണ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ 3 ഫേസിൻ്റെ ആണ് 3 ഫേസ്, അല്ലെങ്കിൽ 380. ഇത് മിനിമം 380 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. 380, 400, 450. ഓഫ് ഡിലേ ഉണ്ട്, ഓൺ ഡിലേ ഉണ്ട്. ഓക്കെ, അപ്പം അടുത്തതെന്ന് പറഞ്ഞാൽ ടൈമാണ്. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇപ്പം ഫ്രീക്വൻ്റ്ലി ഇങ്ങനെ പോയി വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സപ്ലൈ വരുമ്പോൾ ഉടനെ സ്റ്റാർട്ടാവും, ഉടനെ ഓഫ് ആവും, സ്റ്റാർട്ടാവും. അതങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ സപ്ലൈ സ്റ്റേബിൾ ആയതിനു ശേഷമേ നമുക്ക് ഒരു RYB ഫേസ് നമുക്ക് സ്റ്റേബിൾ ആവണം. 3 ഫേസും സ്റ്റേബിൾ ആയാൽ മാത്രമേ ഔട്ട്പുട്ട് കൊടുക്കുകയുള്ളൂ. അത്രയുള്ള ഡിലേ സെക്കൻഡാണ് ഈ 30 സെക്കൻഡ് എന്ന് പറഞ്ഞത്. അതിനുശേഷം നമുക്ക് വേണമെന്ന് ഈ ആരോ മാർക്ക് ഇട്ടില്ല, അപ്പ് ആൻഡ് ഡൗൺ ആണ്. എന്ന് വെച്ചാൽ ഈ അണ്ടർ വോൾട്ടേജും ലോവർ വോൾട്ടേജും ആണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് കൂടാം, എത്ര പെർസെൻറ്റേജ് കുറയാം. ഇപ്പോൾ ഒരു 415 വോൾട്ട് ആണെങ്കിൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് കൂടാം. ഒരു 415 നമുക്കൊരു 5% കൂടിക്കഴിഞ്ഞാൽ അത്രയും പെർസെൻറ്റേജ് അത് കൂടും. ഒരു 415, ഒരു 430, 435 വരെ നമുക്കത് കൂടിയാലും കുഴപ്പമില്ല. അങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലോവർ വോൾട്ടേജ് തന്നെ നമുക്കൊരു 5% കുറച്ച് വെച്ച് കഴിഞ്ഞാൽ 400 നമുക്ക് 380 വോൾട്ടേജ് ഒക്കെ വരെ നമുക്കത് പ്രോബ്ലം ഇല്ലാതെ പോകും എന്നുള്ളതാണ് ആ കാണിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സെറ്റിങ്. പിന്നെ നമുക്ക് മാനുവലി ട്രിപ്പ് ചെയ്ത് നോക്കാനുള്ള ഒരു ഇതാണ്. ഓഫ് ആവുന്നുണ്ടോ, ഓൺ ആവുന്നുണ്ടോ എന്നുള്ള ട്രിപ്പിങ്ങിന് വേണ്ടിയുള്ളതാണ്. റിലേ കാണിച്ചിരിക്കുന്നതാണെങ്കിൽ ഇത് രണ്ടും സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ റിലേ ആണ്. ഇത് എല്ലാ പവർ സപ്ലൈ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് 11 നിന്ന് 14 കോൺടാക്ട് കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 11ഉം 14ഉമാണ് വേണ്ടത്. ഇന്ന് കൊടുത്തിട്ട് ഔട്ട് 14 എടുക്കുന്നത്. അതുപോലെ തന്നെ വേറെ സർക്യൂട്ട്, നമുക്ക് 2 സർക്യൂട്ടിൽ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. 21 കൊടുത്തു കഴിഞ്ഞാൽ 24 ഔട്ട്പുട്ട് വരും. ഓക്കെ, നമുക്ക് ഇനി ട്രിപ്പ് സിഗ്നൽ കൊടുക്കുന്നുണ്ടെങ്കിൽ 12 നിന്നൊരു ഇൻഡിക്കേഷൻ ലാമ്പ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഫേസ് ഫെയിലിയർ റിലേ ആക്റ്റീവായി കിടക്കും. എന്ന് വെച്ചാൽ ഫേസ് അത് മിസ്സായി. അപ്പോൾ നമുക്ക് എന്ത് പറ്റും, ഇതിൽ നിന്ന് സപ്ലൈ ഔട്ട് വരും. 12 നിന്ന് ഇത് നോർമൽ പൊസിഷനിൽ ഫേസ് മിസ്സാകുമ്പോഴായിരിക്കുമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫേസ് റൊട്ടേഷൻ ചേഞ്ച് ആകുമ്പോഴായിരിക്കും ഇതിൻ്റെ ഈ റിലേ വർക്ക് ചെയ്യാതാവുന്നത്. അപ്പോൾ ഇത് ഈ 12 സപ്ലൈ വരും. അപ്പോൾ റിലേ അത് ഫെയിലിയർ ആയെന്നാണ്, അല്ലെങ്കിൽ ഫേസ് മിസ്സിങ് ആയി, അല്ലെങ്കിൽ റൊട്ടേഷൻ ചേഞ്ച് ആയി, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് 2 റിലേ ആണ് ഇതിനകത്ത് ഉള്ളത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിനി ഈ റിലേ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ ഓൾറെഡി വേറെ അതുപോലെ തന്നെ ഒരു ഫേസ് ഫെയിലിയർ റിലേ നമ്മൾ ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വേറൊരു ഫേസ് ഫെയിലിയർ റിലേ ആണ്. ഇത് മറ്റേ ഞാൻ ടെസ്റ്റ് ചെയ്തില്ല. ഇതിപ്പോൾ ഞാൻ ഒരു VFDയിൽ നിന്ന് ഇത് 42 എന്ന് പറഞ്ഞ ഹെഡ്സ് ആണ്. ഹെഡ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 42 ഹെഡ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ 230 വോൾട്ട് കൊടുത്തിട്ട് 3 ഫേസ് ഔട്ട് വന്നേക്കുവാണ് ഇതിന്ന്. ഈ 3 ഫേസ് ഔട്ട് ഞാൻ ഒരു ബ്രേക്കർ വഴി ഇതിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ 3 ഫേസിൻ്റെ ഔട്ട് നേരെ പോയിട്ട് ഈ
ഈ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇത് L3 ലൈൻ 2 ലൈൻ 3 ആണ്. ലൈൻ 1 വന്നിരിക്കുന്നത് താഴെയാണ്, താഴെ. പിന്നെ ന്യൂട്രൽ സപ്ലൈ ഇതിനുണ്ട്. ഈ ന്യൂട്രൽ മിസ്സായാലും ഇത് ഓഫായി പോകുന്നതായിരിക്കും. ഇത് അങ്ങനെ 4 പോയിന്റ് ഇതിനുണ്ട്. മറ്റേ റിലേക്ക് 3 പോയിന്റേ ഉള്ളൂ, ഇതിന് 3 പോയിന്റേ ഉള്ളൂ. ഇതിന് നമുക്ക് 4 പോയിന്റ് കൊടുക്കാം. L1 L2 L3 വിത്ത് ന്യൂട്രലാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ ഓൾറെഡി ഈ ഒരു പോയിന്റിൽ നമ്മൾ RYB കൊടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ റൊട്ടേഷൻ തിരിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ L1 അതിൻ്റെ റൊട്ടേഷൻ നമുക്ക് അറിയാമല്ലോ. ഇതിൻ്റെ റൊട്ടേഷൻ തിരിഞ്ഞാലും ഇത് നമുക്ക് കറക്റ്റ് റൊട്ടേഷൻ വേണം മോട്ടർ. നമ്മളിപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു 230 വോൾട്ട് കൺട്രോൾ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. 220 വോൾട്ട് ഓൾമോസ്റ്റ് വരുന്നുണ്ട് ഇവിടെ. അതിനുശേഷം അതിൽ നിന്ന് ഔട്ട് നേരെ 220 വോൾട്ട് വരുന്നു. അതിനുശേഷം ഞാൻ കൊടുത്തിരിക്കുന്നത് ഈ PFR റിലേയുടെ കോമണിലാണ് കൊടുത്തിരിക്കുന്നത് ആ സപ്ലൈ. അവിടെയും 220 വോൾട്ട് അടുത്ത് വരുന്നുണ്ട്. അതിനുശേഷം ഞാൻ കൊടുത്തിരിക്കുന്നത് NOയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പവറെല്ലാം ഓക്കെ ആണ്, അതുകൊണ്ടാണ് ആ ഒരു വോൾട്ടേജ് ഔട്ട്പുട്ട് നമുക്ക് വരുന്നത്. ഇൻ കേസ് ഒരു ഫേസ് ഈ RYB നമുക്ക് കൊടുത്തിരിക്കുന്ന ഫേസ് ഏതെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ ഈ ഔട്ട്പുട്ട് ഇവിടെ വരില്ല. ഇത് ഞാൻ ഓഫ് ചെയ്യാം. ഔട്ട്പുട്ട് കട്ടായി, അത് ഓൾറെഡി ഫെയിലാണെന്നുള്ള അലാം കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഓൺ ചെയ്യുകയാണ്. ഓൺ ചെയ്തു, അപ്പോൾ കറക്റ്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് വന്നു. ഇപ്പോൾ ഇത് ഫേസ് റൊട്ടേഷൻ തിരിഞ്ഞു കൊടുത്താലും എന്ത് പ്രശ്നം. ഇപ്പം B ഫേസ് നമുക്കൊന്ന് ഓഫാക്കി നോക്കാം. B ഫേസ് ഓഫാക്കിയപ്പോഴും ഔട്ട്പുട്ട് കട്ടായി, B ഫേസ് വന്നു. അപ്പോൾ അങ്ങനെ ഓരോ ഏത് ഫേസ് മിസ്സായാലും ഈ ഒരു കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി. ഇപ്പോൾ നോർമലി ഇത് കോമണും NC ആയിരിക്കും കോണ്ടാക്ട് വരുന്നത്, ഇത് ഓഫ് കണ്ടീഷനിൽ. ഓക്കെ, കോമണും NC ആയിരിക്കും ഓഫ് കണ്ടീഷനിൽ വരുന്നത്, ഇത് ഒന്നും വർക്ക് ചെയ്യാത്ത സമയത്ത്. ഇതിപ്പോൾ എല്ലാം ഓക്കെ ആണ്. ഇതിൻ്റെ ഈ പവർ ഇൻഡിക്കേഷൻ, ഇത് ഔട്ട് ഇൻഡിക്കേഷൻ റിലേയുടെ ഇതെന്ന് പറഞ്ഞാൽ പവർ ഓക്കെ ആണ്, ഔട്ട് ഓക്കെ ആണെന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പവർ എല്ലാം കൊടുത്തിട്ടുണ്ട്, 3 ഫേസ് ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഏതൊരു ഫേസ് നമുക്കിവിടെ മിസ്സായി കഴിഞ്ഞാൽ, പക്ഷേ കൺട്രോൾ ഫേസ് ഞാൻ കൊടുത്തിരിക്കുന്നത് സെപ്പറേറ്റ് ആണ് കേട്ടോ. ഈ ഒരു 3 ഫേസായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഈ 3 ഫേസ് എന്ന് പറഞ്ഞാൽ ഈ VFD വഴി ഞാൻ കൊടുത്തിരിക്കുന്നത്, കൺട്രോളിന് വേണ്ടിയുള്ള സപ്ലൈ ഞാൻ അല്ലാതെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതിൽ കയറി കോമണിൽ കയറി പവറെല്ലാം ഓക്കെ ആയതുകൊണ്ട് ഇത് നേരെ ഔട്ട് വരുന്നു. ഇപ്പോൾ ഇൻ കേസ് ഞാൻ ഇതൊന്നുകൂടെ ഓഫാക്കാം. ഈ R ഫേസ് ഞാൻ ഓഫാക്കുവാണ്. ഇതിൻ്റെ സിഗ്നൽ നേരെ ഇതിലോട്ടാണ് പോകുന്നത്, വേറെ എങ്ങോട്ടും ഞാൻ കൊടുത്തിട്ടില്ല. ഈ സിഗ്നൽ ഇതിലോട്ടാണ് പോകുന്നത്. ഓഫായപ്പോൾ അതിൻ്റെ ആ ഒരു വോൾട്ടേജ് കുറഞ്ഞു. ഓക്കെ, അതിൻ്റെ ഒരു ചെറിയ ഇൻഡക്ഷൻ വോൾട്ടേജ് വരുന്നുണ്ട്, അതുകൊണ്ട് മറ്റേ ഫേസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് വോൾട്ടേജിൻ്റെ ഔട്ട്പുട്ട് കട്ടായി. അപ്പം നമുക്ക് ഈ ഇൻപുട്ട് ഈ R ഫേസ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഇത് ക്ലോസ് ആവും. ക്ലോസ് ആയി കഴിയുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വരും, നേരെ നമ്മുടെ സ്വിച്ചിലോട്ട് വരുന്നു. നമുക്ക് DOL കണക്ഷൻ അറിയാമല്ലോ, അതുപോലെ തന്നെ DOL കണക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റാർട്ടാവും. ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഇൻ കേസ് ഏതെങ്കിലും ഒരു ഫേസ് നമുക്ക് മിസ്സായി, ഇപ്പോൾ ഒരു ഫേസ് ഇവിടുന്ന് മിസ്സായിപ്പോയി, ഓട്ടോമാറ്റിക് അത് ഓഫാവും. ഇത് അലാം വന്നു, അത് സിസ്റ്റം ഫെയിലിയർ ആണെന്നുള്ളത് അലാം വന്നു. ഇപ്പോൾ അതുപോലെ തന്നെ ഫേസ് റൊട്ടേഷൻ തിരിഞ്ഞു പോയാലും ഈ അലാം വരും. ഇപ്പം നമുക്ക് ഈ ഒരു സിസ്റ്റം ചെറിയൊരു മാൾ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുക്കുന്നില്ല. ഈ റൊട്ടേഷൻ തിരിഞ്ഞാലും ഫേസ് തിരിഞ്ഞു വന്നാലും ഇതുപോലെ സെയിം തന്നെ ഇതിൻ്റെ കോണ്ടാക്റ്റ് കട്ടാവുന്നതായിരിക്കും. നമ്മൾ തിരിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ സ്റ്റാർട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടാവും. അപ്പോൾ അതുപോലെ തന്നെ R ഫേസ് നമ്മൾ മാറ്റി കൊടുക്കാം. ആ സമയത്തും ഇത് ട്രിപ്പായി. അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് സ്റ്റാർട്ടാകത്തില്ല, അതായത് ഫേസ് വരാത്തതുകൊണ്ട് സ്റ്റാർട്ടാകത്തില്ല. ഫേസ് വന്നു, സ്റ്റാർട്ടായി. അതുപോലെ തന്നെ നമുക്ക് B ഫേസ് നമുക്ക് ഒന്ന് കൊടുക്കാം. അതിനകത്ത് ഏത് ഫേസ് നമുക്ക് മിസ്സായാലും ഈ സാധനം ഇത് ഓഫാകും. എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷനാണ്. ഇതിനകത്ത് നമ്മളിന്ന് ഗ്രൂപ്പിൽ നല്ല ചർച്ച ഉണ്ടായിരുന്നു. മീൻസ് നമ്മൾ ഈ മെയിനിൽ കൊടുത്തത് ഓക്കെ, എല്ലാവരും അക്സെപ്റ്റഡ് ആണ്. മെയിൻ സപ്ലൈ എന്തെങ്കിലും ബ്രേക്കായി ഒന്നെങ്കിൽ VFD സപ്ലൈ VFD വഴി കൊടുക്കത്തില്ല. ഇങ്ങനെ ഞാൻ സപ്ലൈക്ക് വേണ്ടി 3 ഫേസിന് വേണ്ടി 3 ഫേസ് ഉണ്ടെങ്കിൽ ഈ സാധനം വർക്ക് ചെയ്യത്തുള്ളൂ, PFR. അതുകൊണ്ട് വേണ്ടി സപ്ലൈ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണിത്.
ഇപ്പം ഞാനൊരു ഗ്രൂപ്പിൽ നിന്ന് സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നമ്മളിപ്പം ഓൾറെഡി ഇൻകമ്മിങ്ങിൽ നമ്മളിത് കൊടുത്തു, ഓക്കെ ആണ്, കൺട്രോളെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കോണ്ടാക്ടർ വർക്ക് ചെയ്യും. അല്ലെങ്കിൽ ഏതൊരു ഫേസ് മിസ്സായി കഴിഞ്ഞാൽ ഇത് ട്രിപ്പാവും, അത് ഓക്കെയാണ്, സക്സസ് ആണ് സംഭവം. പക്ഷേ ഇതിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചതെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഔട്ട് മിസ്സിങ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻ കേസ് സപ്ലൈ ഇവിടെ മെയിൻ സപ്ലൈ വന്നു, മെയിൻ സപ്ലൈ ഇവിടെ നിന്ന് കയറി ഇറങ്ങി, ഇവിടുന്ന് നമ്മുടെ കോണ്ടാക്ടറിൽ നിന്ന് ചിലപ്പോൾ ഒരു ഫേസ് മിസ്സായി, കോണ്ടാക്ട് നല്ല പിടിച്ചില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ലൂസ് കണക്ഷൻ അകത്ത് വന്നു, അങ്ങനെ ഇത് ഔട്ട്, ഇവിടം വരെ ഓക്കെയാണ്. മെയിൻ ഫേസിലാണ് ഇത് കൊടുക്കുന്നത്, മെയിൻ ഫേസിൻ്റെ ഇൻകമ്മിങ്ങിലാണ് ഈ സാധനം കൊടുക്കുന്നത്, ഈ PFR എന്ന് പറഞ്ഞ സാധനം കൊടുക്കുന്നത്. ഇതുപോലെ ഫ്യൂസ് ഇട്ടിട്ട് കൊടുക്കും. ഇൻ കേസ് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ട്രിപ്പ് ആവാൻ വേണ്ടിയാണ് ഫ്യൂസ് വഴി കൊടുക്കണമെന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് വലിയ ലോഡൊന്നും എടുക്കത്തില്ല, ചെറിയ മില്ലി ആംബിയർ മാത്രമേ ഇത് വർക്കിംഗ് എടുക്കത്തുള്ളൂ. ജസ്റ്റ് സെൻസ് ചെയ്യാൻ വേണ്ടി, എല്ലാ ഫേസും കറക്റ്റായിട്ട് വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ഡിവൈസാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാം വരുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് വർക്കാവും, എല്ലാ സിസ്റ്റം എല്ലാം ഓക്കെയാണ്. ഇൻ കേസ് ഒരു ഫേസ് മിസ്സായി കഴിഞ്ഞാൽ ട്രിപ്പ് ചെയ്യും. അതിൻ്റെ വർക്ക്, അത് ട്രിപ്പ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സപ്ലൈ മാത്രമേ അത് ഓഫായി കഴിഞ്ഞാൽ ട്രിപ്പ് ആകത്തുള്ളൂ. മീൻസ് മെയിൻ ഇൻകമ്മിങ് സപ്ലൈ അല്ലെങ്കിൽ മെയിൻ MCCBയുടെ ബ്രേക്കറിൽ നിന്നുള്ള ഔട്ട്പുട്ട് വരുന്നില്ല. ഓക്കെ, അതെല്ലാം ഓക്കെയാണ്. എൻ്റെ ക്വസ്റ്റ്യൻ, ഇതിൽ നിന്ന് നമ്മൾ ഇൻകമ്മിങ് കൊടുത്ത ശേഷം ഇതിൻ്റെ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് വന്നില്ല എങ്കിൽ ഇതെങ്ങനെ ട്രിപ്പ് ചെയ്യിക്കാൻ പറ്റും? അതാണ് എൻ്റെ ക്വസ്റ്റ്യനകത്ത് ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഉന്നയിച്ചത്. അത് ഒരുപാട് പേര് പ്രതികരിച്ചില്ല, അറിഞ്ഞുകൂടെ എന്താ പ്രതികരിക്കാത്തതെന്ന്. നമ്മുടെ കുറച്ച് ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിച്ചു, അത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യണം അത് ചെയ്യാനായിട്ട്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും നമുക്കൊരു കൺട്രോൾ വയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇതിപ്പം എല്ലാം ഓക്കെയാണ്. ഇപ്പം ഏതെങ്കിലും ഫേസ് മിസ്സായി കഴിഞ്ഞാൽ അത് ഓഫാവും. മെയിൻ നമുക്ക് ഔട്ട് ഗോയിങ്ങിൽ ഫേസ് മിസ്സായി കഴിഞ്ഞാൽ ഇത് ഓഫാകണം. അതാണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന സംഭവം. അപ്പം നമുക്ക് അങ്ങനെ നോക്കാം. ഓക്കെ, അപ്പം ഞാൻ വയറിംഗ് ഒക്കെ ഒരുമാതിരി ചെയ്ത് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ഒരു ഡിലേയുടെ ഒരു പ്രോബ്ലം. അത് ഞാൻ ഒരു ടൈമർ വെച്ച് ഞാൻ സെറ്റാക്കുന്നതായിരിക്കും. അതിനു മുമ്പേ നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന്. ഇപ്പം ഞാൻ ഈ 3 ഫേസ് സപ്ലൈ ഓൺ ആക്കുവാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഇൻഡിക്കേഷൻ വരുത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ സപ്ലൈ കൊടുത്തിരിക്കുന്നത് ഈ കോണ്ടാക്ടറിൻ്റെ ഔട്ടിൽ നിന്നാണ്. മെയിൻ സപ്ലൈ ഇവിടെ വന്ന് ഇപ്പോൾ ഉണ്ട്, ഈ കോണ്ടാക്ടറിൻ്റെ RYB വന്ന് ഇവിടെ നിൽപ്പുണ്ട്. ഈ മെയിൻ ഇൻകമ്മിങ് വരുന്നു, RYB ഔട്ട് വന്നു, ഈ ബ്രേക്കറിൽ നിന്ന് ഔട്ട് വന്ന് ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഇതിൻ്റെ ഔട്ട് ഗോയിങ്, നമ്മൾ ഈ മോട്ടർ കൊടുക്കേണ്ട സ്ഥലം ഇവിടെയാണ്. അതിൽ നിന്ന് നേരെ ലൂപ്പ് ചെയ്ത് ഇവിടെ മോട്ടറിൻ്റെ ഔട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് ഒരു 3 സെൻസിങ് കേബിളൂടെ നമുക്ക് ഫേസ് മിസ്സിങ് ആണോ എന്നറിയാനുള്ള ആ സപ്ലൈയും കൂടെ നമ്മൾ ലൂപ്പ് ചെയ്തിട്ട് നേരെ നമ്മുടെ PFRൻ്റെ RYBയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് RYB താഴെ കൊടുത്തിട്ടുണ്ട്, ന്യൂട്രലും കൊടുത്തിട്ടുണ്ട്. അത് അത്രയും മനസ്സിലായി കാണുമല്ലോ. ഇതിൻ്റെ ഔട്ട് ഗോയിങ്ങിന്ന് RYB PFRന് സെൻസിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ കൺട്രോൾ സപ്ലൈ ഇവിടെ നിൽപ്പുണ്ട്. ഈ കൺട്രോൾ സപ്ലൈയിൽ നിന്നിട്ട് ഞാൻ സപ്ലൈ എടുത്തു. ഈ കൺട്രോൾ സപ്ലൈ ഇവിടെ വന്നിപ്പോണ്ട് ഓൾറെഡി. ഇവിടെ കാണിക്കാം. ഇത് ഓൾറെഡി 230 വോൾട്ട് ഇവിടെ വന്നിപ്പോൾ ഉണ്ട്. ഈ 230 വോൾട്ട് ഞാൻ ഈ സ്വിച്ചിൽ കൊടുത്തിട്ടുണ്ട്, ഈ ഓഫ് സ്വിച്ചിൽ, സ്റ്റോപ്പ് സ്വിച്ചിൽ കൊടുത്തു. അതിൽ നിന്ന് NC എടുത്തിട്ട് ഇതാ ഈ റിലേ, ഇതിനകത്ത് റിലേ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ റിലേയുടെ കോമണിൽ കൊടുത്തു. ഇവിടെ വന്ന് ഇപ്പോൾ ഉണ്ട്. ഈ സ്വിച്ചിൽ നിന്ന് കാണാമല്ലോ, ഈ സ്വിച്ചിൽ നിന്ന് NC കണക്ഷൻ എടുത്ത് നേരെ ഇതിൽ കൊടുത്തു. ഇതിൽ കൊടുക്കുമ്പോൾ ഇതിനകത്തൊരു NC ഉണ്ട്, NO ഉണ്ട്. ഓഫ് കണ്ടീഷനിൽ നമുക്ക് NOയിൽ നിന്ന് ഔട്ട്പുട്ട് വരില്ല. നമ്മൾ എന്തൊക്കെ കളിച്ചാലും NO കൊടുത്താൽ വരില്ല. അപ്പോൾ NCയിൽ നമുക്ക് വരും. ഓക്കെ, ആ NC നമ്മൾ ഔട്ട്പുട്ട് ഓൾറെഡി ഇവിടെ വന്ന് കിടപ്പുണ്ട്.
എൻ സിയിൽ എപ്പോഴും സപ്ലൈ. ഞാൻ എൻ സിന്ന് ഒരു വയർ എടുത്തു. എൻ സിന്ന് വയർ എടുത്തിട്ട് സ്റ്റാർട്ട് ബട്ടണിൽ കൊടുത്തു. സ്റ്റാർട്ടിൽ എൻ സിന്ന് വയർ എടുത്ത് സ്റ്റാർട്ടിൽ കൊടുത്തു. മനസ്സിലാക്കണം നിങ്ങൾ. ഇത് കോമൺ കൊടുത്തു, നമ്മുടെ ഈ സ്വിച്ചിൽ നിന്ന് കോമൺ കൊടുത്തു. എൻ സിയിൽ നിന്നിട്ട് നോർമലി ക്ലോസിൽ നിന്ന്, അപ്പോൾ ഇതിനകത്ത് സപ്ലൈ ഓൾറെഡി നമുക്ക് വരും. ഓക്കെ, പുഷ് ചെയ്ത് അതിനകത്ത് പവർ വരും. ഈ പവർ ഇതിനകത്ത് വരും. അപ്പോൾ ഹോൾഡിങ് ഞാൻ ഇവിടെ കൊടുത്തു. ഈ NO ഇല്ലേ, ഈ NO ഇതിൻ്റെ കോമൺ സപ്ലൈ ഇതാണ്. അപ്പോൾ ഇത് പുഷ് ചെയ്താൽ എന്തായാലും ഇത് കട്ടാവും. അപ്പം ഈ NOയിൽ നിന്ന് ഞാൻ ഇതിൻ്റെ ഹോൾഡിങ്ങും കൊടുത്തു. ഓക്കെ, മനസ്സിലായല്ലോ? ഇത്രയും മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഇത് NO കോണ്ടാക്റ്റാണ്. ഈ NO കോണ്ടാക്റ്റ് ഇതിൻ്റെ ജസ്റ്റ് ഇത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ NO എടുത്തു, ഇതിൻ്റെ NCയിൽ നിന്ന് കൊടുത്തു. അപ്പോൾ എപ്പോഴും സപ്ലൈനകത്ത് കാണും. മറ്റേത് കോമണിൽ കൊടുത്തു. ഇപ്പോൾ സപ്ലൈ സ്റ്റോപ്പ് ചെയ്ത് ഈ കോമൺ സപ്ലൈ നമുക്ക് കട്ട് ഓഫ് ആകണം. ഇതിൻ്റെ ഹോൾഡിംഗ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ NOയിൽ നിന്ന് ഇവിടെ കൊടുത്തു. അപ്പോൾ നമ്മൾ ഒന്ന് പുഷ് ചെയ്യാം. പുഷ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ നോക്കിയത്, നേരെ സപ്ലൈ അവിടെ വരും. ഇതൊന്ന് ഹോൾഡ് ആകാനുള്ള ചെറിയൊരു ഡിലേ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ. അതെ, പുഷ് ചെയ്യുവാണ്. പുഷ് ചെയ്താൽ ഹോൾഡായി. സംഭവം ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നു. ആ ഒരു റിലേ ഒന്ന് ഹോൾഡ് ആകാനുള്ള ഒരു ടൈം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യണം. ഇപ്പം നമുക്ക് ഇപ്പോൾ ഇൻകമിങ് ഫേസ് ബ്രേക്കായി, ട്രിപ്പാവും. ഇപ്പോൾ കോണ്ടാക്ടറിൽ നിന്ന് കറക്റ്റ് വോൾട്ടേജ് വന്നാൽ മാത്രമേ ഇത് വർക്കാകത്തുള്ളൂ. ഇതിപ്പോൾ ഓണായിട്ടുണ്ട്. നമുക്കിതാ പുഷ് ചെയ്യാം. പുഷ് ചെയ്യുമ്പം എന്ത് പറ്റും, ഈ ഔട്ട് ഗോയിങ് സപ്ലൈ നേരെ നമ്മുടെ PFRലോട്ട് വരും. അപ്പോൾ അത്രയും നേരം നമുക്കിത് പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ NCയിൽ നിന്നിട്ട് സപ്ലൈ ഇതിൽ വരണം, ഒന്ന് ഹോൾഡ് ചെയ്യണം. അപ്പോൾ ഒന്ന് ഹോൾഡായി, ബിക്കോസ് അത് NO ആയി. അതിനുശേഷം ഇതിൻ്റെ ഈ ഹോൾഡിങ് സപ്ലൈ ഇവിടെ വന്നു, അത് കോണ്ടാക്റ്റായി. ഓക്കെ, ഇപ്പം നമുക്ക് ഏതെങ്കിലും ഫേസ് ഇപ്പം മിസ്സായി, ഇപ്പം മോട്ടറിലോട്ടുള്ള ഫേസ് മിസ്സായി, ട്രിപ്പാവും. ഇപ്പം എനിക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡിലേ ഇനി വിട്ട് കഴിഞ്ഞാൽ നിൽക്കത്തില്ല, നിന്ന് കേട്ടോ. ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ അത്രയും ഹോൾഡ് പിടിക്കാനുള്ള ഒരു ഇത് കാണത്തില്ല. ഓഫ് ചെയ്ത് ഔട്ട് ഗോയിങ്ങിലാണ് കൊടുത്തേക്കുന്നത്. അത് ശ്രദ്ധിക്കണം. ഞാൻ ഔട്ട് ഗോയിങ്ങിൽ കൊടുക്കുന്ന പവർ കൊടുക്കുമ്പോൾ മാത്രമാണ് PFRൽ സപ്ലൈ വരുന്നത്. കട്ട് ഓഫായി, സ്റ്റോപ്പ് ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് നിൽക്കത്തില്ല, കണ്ടോ? ഇതാണ് ഇതിൻ്റെ ഞാൻ കണ്ടതിലൊരു പ്രോബ്ലം. ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്ത് വിട്ടാൽ നിൽക്കത്തില്ല. നമുക്കൊരു സപ്ലൈ വന്ന് ആ സപ്ലൈ ഇവിടെ വന്ന് ഇതിനോട്ട് കിട്ടി ആ റിലേയിൽ നിന്ന് ഇത് NO ആകാനുള്ള ടൈം നമ്മളവിടെ കൊടുക്കണം, കണ്ടോ? പിന്നെ അത് വിടത്തില്ല. ഇപ്പോൾ മനസ്സിലായി സംഭവം പിടി കിട്ടിയോ? ഇപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഒരു ഓഫ് ഡിലേ ടൈം കൊടുക്കാൻ പോവാം. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ചെയ്തിട്ട് പറയാം. അപ്പം ഞാൻ നമ്മുടെ വർക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കിതിനകത്ത് യൂസായി വന്നത് ഒരു PFRും ഇതിങ്ങനെ കണക്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക് യൂസായി വന്നൊരു PFRും ഒരു ഓഫ് ഡിലേ ടൈമറാണ് കേട്ടോ. ഇത് ഓഫ് ഡിലേ ടൈമർ RCMU മോഡൽ നമ്പർ, ഓഫ് ഡിലേ ആണ്. അപ്പോൾ ഞാനിത് സ്റ്റോപ്പ് ചെയ്തു. ജസ്റ്റ് ഒരു പുഷിങ്ങിൽ ഹോൾഡായി. സംഭവം കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. ഇപ്പോൾ അത് ജസ്റ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്പാവും. തിരിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടായി. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ഡിലേ ടൈം കഴിയുമ്പോഴത്തേന് അതിൻ്റെ ഫങ്ഷൻ ഓഫായി. തിരിച്ച് സ്റ്റോപ്പ്. ഇതിൻ്റെ കണക്ഷൻ ഞാൻ കൊടുത്ത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിന് ഞാൻ ഹോൾഡിംഗ് സപ്ലൈ കൊടുത്തിരിക്കുന്നത് ഈ NOയിൽ നിന്നാണ്. ഈ കോണ്ടാക്ടറിൻ്റെ ഹോൾഡിംഗ് സപ്ലൈ കൊടുത്തിരിക്കുന്നത് ഈ NOയിൽ നിന്ന് കൊടുത്തു. അത് ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ഇതാണ് ഞാൻ കൊടുത്തിരിക്കുന്ന സ്റ്റോപ്പ് ചെയ്യാനുള്ള. അത് ഡയറക്റ്റ് MCBയിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. MCBയിൽ നിന്ന് നേരെ കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കോമണിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ PFRൻ്റെ കോമണിൽ കൊടുത്തു.
ഈ PFRൻ്റെ കോമണിൽ നിന്ന് കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട് എടുത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത് ഈ ഓഫ് ഡിലേ ടൈമറിൻ്റെ പൾസിങ്ങിനാണ് കൊടുത്തിരിക്കുന്നത്. പൾസ് അത് ജസ്റ്റ് ഒന്ന് പൾസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് ജസ്റ്റ് ഇത്ര സെക്കൻഡത്തേക്ക് ഹോൾഡായി നിൽക്കും. അത് പൾസാണ്, വേറെ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഇത് പൾസാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഔട്ട് എന്ന് പറഞ്ഞാൽ വൈറ്റ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫേസിൻ്റെ ഔട്ട് കേബിള്, ഈ ഗ്രീൻ ബട്ടൻ്റെ ഔട്ട് വൈറ്റ് കേബിൾ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെത് ഈ പൾസിലോട്ടാണ്, ഈ Y1 അതിലാണ് നമ്മൾ പൾസ് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. ആ പൾസ് നമ്മൾ അതിലോട്ട് കൊടുക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇതങ്ങ് ഹോൾഡ് ആവും ഇത്ര സെക്കൻഡത്തേക്ക്. ഞാൻ മൂന്ന് സെക്കൻഡാണ് വെച്ചേക്കുന്നത്. 3 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഇത് ഓൾറെഡി ഹോൾഡായി കഴിഞ്ഞിരിക്കും. അതിൻ്റെ പ്രവർത്തനം കഴിയുമ്പോഴത്തേന് ഇത് ഓഫായി കളയും. നോക്കിയോ, ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. സ്റ്റാർട്ടായി, ഹോൾഡായി, ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല സംഭവം. ഇപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഫേസ് മിസ്സായി. ഇതിൻ്റെ ഔട്ട് ഗോയിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. ഫേസ് ഇൻകമിങ് കയറി ഔട്ട് ഗോയിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്താ, ഒരു ഫേസ് ഔട്ട് ഗോയിങ് ആണ്. ഔട്ട് ഗോയിങ് മെയിനിൽ നിന്ന് ഞാൻ കൊടുക്കാം. മിസ്സായി കഴിഞ്ഞാൽ ഉടനെ ട്രിപ്പ് ചെയ്യും. ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇതിലോട്ട് പൾസ് കൊടുക്കുകയാണ്. പൾസ് കൊടുത്തു, സ്റ്റാർട്ടായി, ഹോൾഡായി. സംഭവം വളരെ ഈസിയാണ്. ഈ ഒരു കോണ്ടാക്റ്റ് NOയിൽ നിന്ന് വന്നിട്ട് NO കോണ്ടാക്റ്റിൽ നിന്ന് വന്ന് നേരെ ഇതിൽ കോമണിൽ കയറി ആ കോമൺ തന്നെ ഞാൻ ഇവിടെ രണ്ടിടത്തും ലൂപ്പ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഇതിനകത്ത് പവർ വേണം. ഈ ടൈമറിനകത്ത് പൾസ് കൊടുക്കാനായിട്ട് ഈ ഒരു ഇത് യൂസാക്കി, അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സ്റ്റോപ്പ്. ജസ്റ്റ് ഒരു സെക്കൻഡത്തേക്ക് ഞാൻ അതിലോട്ട് പൾസ് കൊടുക്കുകയാണ്. ഹോൾഡായി, ഇത് അത്രയും നേരത്തേക്ക് ഇത് ഹോൾഡായി, അപ്പോൾ ഇത് ഹോൾഡായി. ഓക്കെ, എല്ലാവരും ഹോൾഡിങ്ങിൻ്റെ കളിയാണ്. ഒരു ഫേസ് മിസ്സായി, ഓണായി. സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു ടൈമിങ് നിങ്ങൾ നോക്കിയോ, ജസ്റ്റ് ഒരു സെക്കൻഡത്തേക്കുള്ള ടൈമിംഗ് ആണല്ലോ. കണ്ടോ, അത് അപ്പം തന്നെ ഓഫാകുന്നുണ്ടോ? ഒരു ഡിലേ നമുക്ക് വരുന്നില്ല. സ്റ്റോപ്പ്, സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റാർട്ട്. ഫേസ് ഏതെങ്കിലും മിസ്സായി ഔട്ട് ഗോയിങ് നിന്ന് ട്രിപ്പായി. സംഭവം ഓക്കെ അല്ലേ? ആ ഹോൾഡായി നിൽക്കാനുള്ള ടൈമാണ് നമ്മളവിടെ ഈ ഓഫ് ഡിലേ ടൈമറിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം കഴിയുമ്പോൾ അത് ഓഫായി പോകും. കണക്ഷൻ ഒന്നുകൂടെ നോക്കിയോ. ഇതിൽ നിന്ന് ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഔട്ട്. ഇതിൽ നിന്ന് ഔട്ടാണ് വന്ന് ഇതിൽ കയറി ഇതിലെല്ലാം ലൂപ്പായിട്ടുണ്ട് ഈ ഔട്ട്. അതിനുശേഷം ഇതിന് ലൂപ്പായിട്ടുണ്ട്, ഇതിനും ലൂപ്പായിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ പൾസ് കൊടുക്കാൻ വേണ്ടി Y1 ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത് പെട്ടെന്ന് ഇത് ഹോൾഡായി നിൽക്കും. അത്ര സെക്കൻഡ് ഇത് ഹോൾഡാവും. ഇവിടെ സപ്ലൈ ഇവിടെ കിട്ടും. അങ്ങനെ ഇത് പിക്കാവും. സംഭവം പിടി കിട്ടിയല്ലോ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ തെളിയിച്ചു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.